അബൂബക്കറിന്റെ ഭാര്യ രാവിലെ 3 മണിക്ക് പെട്ടെന്ന് ഉണർന്നു. നോക്കിയപ്പോൾ ഭർത്താവ് ഭയങ്കരമായിട്ട് വിറക്കുന്നു, ഒരു അൺകോൺഷ്യസ് ആയിരുന്നു. അറ്റാക്ക് ആണെന്ന് വിചാരിച്ചു. എന്നെ വിളിച്ചു. അബൂബക്കറിനെ ആദ്യം അറിയാവുന്നത് കൊണ്ട് ഞാൻ ഫോണിലൂടെ മനസ്സിലാക്കി ഡയബറ്റിക് ഷുഗർ കുറഞ്ഞതാകുന്നത്. GRPS നോക്കാൻ പറഞ്ഞു. ഷുഗർ കുറഞ്ഞു 38. വേഗം തന്നെ ഷുഗർ വാട്ടർ കൊടുക്കാൻ പറഞ്ഞു. ഷുഗർ വാട്ടർ കൊടുത്തു. ആള് ചെറുതായിട്ട് കോൺഷ്യസ് ആയി. അവർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ഷുഗർ കുറയുന്ന കണ്ടീഷനായ ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ കൂടുന്നതിനേക്കാൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഹൈ ഷുഗർ എപ്പോഴും വർഷങ്ങളെടുക്കും നമ്മുടെ ശരീരത്തിൽ ഡാമേജുകൾ ഉണ്ടാക്കാൻ. എന്നാൽ ലോ ഷുഗർ അത് ഇമ്മീഡിയറ്റ് ആണ്. മിനിറ്റുകൾ മാത്രം മതി നമുക്ക് ഡാമേജ് ഉണ്ടാക്കി തരുവാൻ. ഇത് ഫാമിലിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ട്രീറ്റ് ചെയ്യാൻ അറിയില്ല. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഷുഗർ 70ൻ്റെ താഴെയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്. ഇത് ഒരു 40ൻ്റെ താഴേക്കാണെങ്കിൽ അത് സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് പറയുക. 30ൻ്റെ താഴേക്കാണെങ്കിൽ ആള് കോമയിലേക്ക് പോകും, അല്ലെങ്കിൽ അത് ഡെത്ത് വരെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഉയർപ്പ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അതേപോലെ തന്നെ വിറയലുണ്ടാക്കുക, ആള് ഒരു കോമ അല്ലെങ്കിൽ അബോധാവസ്ഥയിലേക്ക് പോവുക, സ്വെറ്റിംഗ് ഉണ്ടാകുക, നെഞ്ചിടിപ്പ് കൂട്ടും, ബ്ലേഡ് വിഷൻ, സ്ലർഡ് സ്പീച്ച്, ഫെയിൻറ്റിങ്. ഈ ഹൈപ്പോഗ്ലൈസീമിയ ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്നിനെ മെഡിസിൻ കഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ചില സമയത്ത് എക്സസൈസ് ചെയ്ത് ഫുഡ് കഴിക്കാതെ മെഡിസിൻ കഴിക്കുക, ചിലപ്പോൾ എക്സ്ട്രാ ടാബ്ലറ്റ് എടുക്കുക. ഇത്തരം കണ്ടീഷനിലാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പേഷ്യന്റിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3-4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അപ്പോഴേക്കും കൊടുക്കുക. ഇനി അവർ തീരെ ബോധമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിർബന്ധിച്ച് കൊടുക്കരുത്. അത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കും. അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ചെറിയ ബോധമുണ്ട്, ചെറിയൊരു ക്ഷീണം കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ചികിത്സ. എല്ലാ ഫാമിലി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള പേഷ്യൻ്റ് വയർക്കുകയോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് പെരുമാറുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മധുരം കലക്കിയിട്ട് പഞ്ചസാര കലക്കിയ വെള്ളം ലായനി രാത്രിയിൽ 3 മണി 4 മണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കൊടുക്കുക. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ അബൂബക്കറിന്റെ ഭാര്യ പെട്ടെന്ന് തന്നെ ആ മധുരം, ഞാൻ പറഞ്ഞതുപോലെ മധുരം കലക്കി കൊടുത്തു. അതിനുശേഷം അബൂബക്കർ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ റിക്കവറായി അവർ ഹാപ്പി ആയിട്ട് ഇന്ന് ജീവിക്കുന്നു.